കർണാടകയിലെ കാവേരി നിസർഗധാമ പാർക്കിലേക്ക് വേണ്ടിയുള്ള എൻ്റെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഈ ഒരു കവാടം കടന്നിട്ട് വേണം ആ ഒരു പാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ. കർണാടകയിലെ വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പാർക്കാണ് കാവേരി നിസർഗധാമ. കാവേരി നദിക്ക് കുറുകെയാണ് ഈ ഒരു തൂക്കുപാലുള്ളത്. വളരെ മനോഹരമായ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫീൽ നമുക്ക് ഈ ഒരു കവാടം കടന്നപാടെ കിട്ടും കേട്ടോ. താഴെ സഞ്ചാരികൾ ബോട്ടിങ്ങിലാണ്. തൊട്ട് ഓപ്പോസിറ്റ് നമുക്ക് പഴയ ആ ഒരു തൂക്കുപാലം കാണാം. ആ ഒരു ശോഷിച്ച അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഈ ഒരു തൂക്കുപാലം കടന്ന് വളരെ മനോഹരമായ ആ ഒരു പ്രകൃതി രമണീയമായ പാർക്കിലേക്ക് നമ്മൾ എൻട്രി ആണ്. പെഡൽ ബോട്ടാണ് താഴെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തൂക്കുപാലം കടന്ന് നേരെ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു കാവേരി ദേവിയുടെ പ്രതിഷ്ഠയാണ്. തൊട്ടപ്പുറത്ത് ആ ഒരു പാർക്കിലെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കൂർഗിൻ്റെ ക്രാഫ്റ്റ്സ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റും നമുക്കവിടെ കാണാം. അങ്ങനെ നമുക്ക് ഈ ഒരു പാർക്കിലൂടെ നടക്കാനുള്ള മനോഹരമായ പാത ഈ ഒരു പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ പലതരത്തിലുള്ള ബാംബു പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. അവിടെ പല വെറൈറ്റീസ് ഓഫ് ബാംബൂസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ഓപ്പൺ ഏരിയയിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകും. ഏകദേശം 65 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ ഒരു പാർക്ക് ഇങ്ങനെ പറന്ന് വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ. അങ്ങിങ്ങായിട്ട് ഈ ഒരു കൂർഗിൻ്റെ കലാരൂപങ്ങളുടെ സ്റ്റാച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കലാരൂപത്തിന് കോലാട്ട എന്നാണ് പറയുന്നത്. നമ്മുടെ കോൽക്കളിയുമായി വളരെയധികം നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു സാമ്യം നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ച കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് ബാംബൂസ്, ഭയങ്കര ഭംഗിയാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ്സ്. അതിൻ്റെ ഇടയിലുള്ള ആ നടപ്പാതയും വളരെ മനോഹരമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാർക്കിൽ ഇവിടെ ഒരു ഏറുമാടമുണ്ട്, ഒരു വാച്ച് ടവർ എന്നൊക്കെ കണക്ക് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റേഷൻ്റെ അവർ അത്രയും മനോഹരമായിട്ട് പ്രോപ്പറായിട്ട് നനച്ച് ആ ഒരു മെയിൻ്റനൻസ് ഒക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഡിയർ പാർക്ക് ഉണ്ട്, ബേർഡ് പാർക്കൊക്കെ ഈ ഒരു പാർക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദൂരമുണ്ട്, നടക്കാൻ ഒരുപാട് ദൂരമുണ്ട്. ഒരുപാട് സമയം നമുക്ക് ഇവിടെ ചിലവഴിക്കാം. നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ കണ്ടതാണ് ആ കൂർഗ് ട്രൈബൽ ലൈഫ്. അതിവിടെ സ്റ്റാച്ചു ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരുപാട് നമുക്ക് സമയം ചിലവഴിക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് നേരം വന്നിരിക്കാം. നമുക്ക് സമയക്കുറവ് മൂലം ബാക്കിയൊരു ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഒരു എൻഡിലാണ്, ഈ ഒരു പാർക്കിൻ്റെ എൻഡിലാണ് ഡിയർ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ഈ ഒരു നിസർഗധാമ. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.